സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ക്യാരറ്റ് കൊണ്ടൊരു ലഡു ആണ്. ക്യാരറ്റ് കഴിക്കാത്ത കുട്ടികൾക്ക് പോലും ഇതുപോലെ ലഡു ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ള ഈ ലഡു എല്ലാവരും ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. Thank you. അപ്പോൾ നമുക്ക് ക്യാരറ്റ് ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല കളറോട് കൂടിയിട്ടുള്ള 3 വലിയ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കഴുകി എടുത്തിട്ടുള്ളതാണ്. നമുക്ക് ആദ്യം ഇതിൻ്റെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്യാം. അതിന് ശേഷമാണ് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അതിനകത്ത് ഞാൻ പീലർ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്യുകയാണ്. എപ്പോഴും ക്യാരറ്റ് ലഡു ഉണ്ടാക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് വെച്ചിട്ടാണ് ക്യാരറ്റ് ലഡു ഉണ്ടാക്കേണ്ടത്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ക്യാരറ്റിൻ്റെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്യാം. അതിനത് 3 ക്യാരറ്റിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്കിന്ന് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് സ്കിന്ന് വെച്ചിട്ട് നമുക്ക് ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കാനും പറ്റുന്നതാണ്. ഇനി നമുക്ക് ഈ ക്യാരറ്റൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു ഗ്രേറ്റർ എടുത്തിട്ടുണ്ട്. ഈ ഗ്രേറ്ററിൻ്റെ ഈ ചെറിയ ഗ്രേറ്ററിലൂടെയാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ചെറിയ പീസായിട്ടാണ് കിട്ടേണ്ടത്. അതുകൊണ്ട് ഞാൻ ചെറിയ ഗ്രേറ്ററിലൂടെയാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനത്തെ നമ്മുടെ ക്യാരറ്റ് എല്ലാം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിതാ ക്യാരറ്റ് ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മിൽമയുടെ ഗീ ആണ് ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ഗീ ഇതിലേക്ക് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ. അങ്ങനത്തെ ഗീയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കാഷ്നട്ടാണ് ചേർക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കാഷ്നട്ട് ഒരു 10 എണ്ണം ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ പൊടിയായി അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. അങ്ങനെ ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനത്തെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിനെ എടുത്ത് മാറ്റാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറുത്ത റേസിൻസും കൂടി ചേർക്കുന്നുണ്ട്. അതൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ ഇതേപോലെ ബോൾ പോലെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഈ നെയ്യിൽ ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇതിൻ്റെ കളറൊക്കെ അപ്പോൾ ഒന്ന് ചേഞ്ച് ആവുന്നത് കാണാം. ക്യാരറ്റ് ലഡു ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല കളറോട് കൂടിയിട്ടുള്ളതും അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് വെച്ചിട്ടാണ് ഈ ക്യാരറ്റ് ലഡു തയ്യാറാക്കേണ്ടത്. ഇതാ ഇപ്പോൾ ക്യാരറ്റിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുന്നുണ്ട്. ക്യാരറ്റ് വെന്ത് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറഞ്ഞു വരുന്നത് കാണാം. ക്യാരറ്റ് ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട പാലൊന്ന് കുറുക്കിയെടുക്കാം. ഞാനിവിടെ ഇപ്പോൾ 3/4 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് 1/2 കപ്പ് ആവുന്ന വരെ ഒന്ന് കുറുക്കിയെടുക്കണം. ഇത് ഫുൾ ഫാറ്റ് മിൽക്കാണ്. അങ്ങനെ എന്താ നമ്മുടെ പാലെല്ലാം കുറുക്കി പകുതിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ പാല് ഇങ്ങനെ കുറുക്കിയെടുക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് മിൽക്ക് പൗഡർ യൂസ് ചെയ്തിട്ടും ക്യാരറ്റ് ലഡു ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള മിൽക്കാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഈ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട്. ഇത്ര മതി. അങ്ങനെതാ ക്യാരറ്റിൽ നിന്നെല്ലാം വെള്ളമൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പീരയാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ അരമുറി തേങ്ങ ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ കൂടെ ഒരു 3 ഏലക്കയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ടാണ് നമുക്കിത് ക്യാരറ്റിലേക്ക് ചേർക്കേണ്ടത്. അങ്ങനെ നമുക്ക് ഏലക്കയും തേങ്ങയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു കൂട്ട് നമുക്ക് ഈ ക്യാരറ്റിലേക്ക് ചേർക്കാം. ഇങ്ങനെ മിക്സിയിലിട്ട് തേങ്ങ ഒന്ന് അടിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാം ഈവനായി കിട്ടും. ഇനി നമുക്ക് ഈ തേങ്ങയായിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ തേങ്ങയിൽ നിന്നും കൂടി കുറച്ചൊരു നനവൊക്കെ ഇറങ്ങുന്നതാണ്. മിക്സിയിലിട്ട് അടിച്ചുകൊണ്ട് തന്നെ ക്യാരറ്റും തേങ്ങയെല്ലാം നന്നായി യോജിച്ച് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് 1/2 കപ്പ് പഞ്ചസാരയാണ്. അതിനുശേഷം ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാര മെൽറ്റായി വരുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഇതിൽ നിന്നൊക്കെ ഒരു വെള്ളം ഇറങ്ങി വരുന്നത് കാണാം. ഇതാ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി നനവ് വരാൻ തുടങ്ങിയിട്ടുണ്ട്.
അങ്ങനെ പഞ്ചസാര കംപ്ലീറ്റ് മെൽറ്റായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പാല് ചേർക്കാം. പഞ്ചസാര ചേർത്ത ശേഷം പിന്നെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. അങ്ങനെതാ പഞ്ചസാരയും ക്യാരറ്റും തേങ്ങയും എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്നല്ലെങ്കിൽ മിൽക്ക് പൗഡർ ചേർക്കാം, അതല്ലെങ്കിൽ ഇതുപോലെ പാല് കുറുക്കിയത് ചേർക്കാം. ഞാനിപ്പോൾ പാല് കുറുക്കിയതാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇനി ഈ പാല് നന്നായി വറ്റുന്ന വരെയാണ് ഇത് ഇളക്കിയെടുക്കേണ്ടത്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാണിത്. അപ്പോൾ എല്ലാവരും ദീപാവലിക്ക് ഈ ഒരു ക്യാരറ്റ് ലഡു തയ്യാറാക്കി നോക്കണം. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. അങ്ങനെ എന്താ പാലെല്ലാം ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് വറ്റി വരാനുണ്ട്. അതുവരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് കാഷ്നട്ടും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്യാരറ്റ് ലഡു കഴിക്കുമ്പോൾ ഇതിൻ്റെ ഇടയിലൊന്ന് കടിക്കുന്നത് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇതൊക്കെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അതുപോലെ തന്നെ പഞ്ചസാരയുടെ അളവെല്ലാം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. പാൽപ്പൊടി ചേർത്താണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ അത് തിക്കായിട്ട് കിട്ടുന്നതാണ്. പാൽ ചേർത്തുകൊണ്ടാണ് കുറച്ച് നേരം കൂടി ഇത് വഴറ്റേണ്ട ആവശ്യം വരുന്നത്. കംപ്ലീറ്റ് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് കിട്ടുന്ന ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. വല്ലാണ്ട് തണുത്ത് പോകേണ്ട ആവശ്യമില്ല. ഒന്ന് ഇളം ചൂട് വിട്ട് കഴിയുമ്പോൾ നമുക്കിത് ഉരുട്ടി ലഡുവാക്കി എടുക്കാം. അങ്ങനെ നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഒരു ഇളം ചൂടോടുകൂടി തന്നെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ ബോളായിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത്. ഇത് നന്നായി ഉരുണ്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് കിസ്മിസാണ് വയ്ക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ളതും ഉരുട്ടിയെടുത്ത് ലഡുവാക്കി എടുക്കട്ടെ. ഞാനിത് കംപ്ലീറ്റ് ലഡു ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എനിക്കിവിടെ ഇപ്പോൾ 15 ക്യാരറ്റ് ലഡു ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ദീപാവലിക്ക് ക്യാരറ്റ് ലഡു ഉണ്ടാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഈ ലഡു നമുക്ക് 1 വീക്ക് വരെ ഒന്ന് ഫ്രിഡ്ജിലൊന്ന് സൂക്ഷിക്കാവുന്നതാണ്. ഇതിൽ കാഷ്നട്ട് ചേർത്തുകൊണ്ട് തന്നെ ഈ ലഡു കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാനും കൂടി കിട്ടുന്നതാണ്. ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യാവുന്നതാണ്. ഞാൻ അല്പം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ള ഈ ക്യാരറ്റ് ലഡു എല്ലാവരും തയ്യാറാക്കിയ ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.